നമുക്കിനി എന്താണ് നായിബ് ഫായിൽ എന്ന് നോക്കാം. നായിബ് ഫായിൽ പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. ഫായിലിനെ കളഞ്ഞിട്ട് ഫായിലിൻ്റെ സ്ഥാനത്ത് വന്ന ആൾക്കാണ് നമ്മൾ എന്ത് പറയുക, നായിബ് ഫായിൽ അറിയാം. ഉദാഹരണം, കുട്ടി വാതിൽ തുറന്നു. ഇവിടെ വാതിൽ തുറക്കുന്ന ആൾ കുട്ടിയാണ് ഫായിൽ. കുട്ടിയെ കളഞ്ഞു. ഇനി വാതിൽ തുറക്കപ്പെട്ടു പറഞ്ഞു. അപ്പോൾ വാതിലായി നായിബ് ഫായിൽ. ഫായിലിനെ കളഞ്ഞിട്ട് അതിൻ്റെ സ്ഥാനത്ത് വന്നത്. അപ്പോൾ ഇസ്മുൻ മർഫൂആയ ഒരു ഇസ്മാണ്. ഹല്ല മഹല്ലൽ ഫായിലി, ഫായിലിൻ്റെ സ്ഥാനത്ത് വന്ന ആളാ. ബഅദ ഹദ്ഫി, ഫായിലിനെ കളഞ്ഞിട്ട്. ഈ നായിബ് ഫായിൽ എപ്പോഴും മർഫൂ ആയിരിക്കും. ഉദാഹരണം, ഫുത്തിഹത്തിൽ അബ്വാബു, വാതിലുകൾ തുറക്കപ്പെട്ടു. ആരാ തുറന്നതെന്ന് പറഞ്ഞില്ല, ഫായിലിനെ കളഞ്ഞു. ഇനി മാദിയായ ഫീൽ ഫുഇല എന്നാ പറയാം. ഫുഇല വസിൻ്റെ എടുത്താൽ മതി. മുലാരിയായ ഫീൽ എങ്ങനെയാണ് നായിബ് ഫായിൽ ഉണ്ടാക്കുക? യുഫ്അലു, യുഫ്തഹുൽ അബ്വാബു, വാതിലുകൾ തുറക്കപ്പെടുന്നു, ഇങ്ങനെ ഉണ്ടാക്കാം. ഇനി നമ്മൾ പറയുന്നത് അറബി ഭാഷയിൽ ഇസ്തിംറാറിൻ്റെ ഫീലുണ്ട്. ഇസ്തിംറാർ പറഞ്ഞാൽ സ്ഥിരമായി ആയിക്കൊണ്ടേയിരിക്കുന്നു, അല്ലെങ്കിൽ ഒരുപാട് കാലമായിട്ട് ആയിക്കൊണ്ടേയിരിക്കുന്നു. അതാണ് ഇസ്തിംറാറിൻ്റെ ഫീലുകൾ. കാനൻ്റെ അതേ തന്നെ പിന്നെ ഹർക്കത്തിന് തുടങ്ങുക. ഇസ്മിന് റഫും ഖബറിന് നെസ്ബും തന്നെ കൊടുക്കുക. മാസാലാറിന് ആയിക്കൊണ്ടേയിരുന്നു, ഇസ്തിംറാറാണ്. ഒരുപാട് സ്ഥിരമായിക്കൊണ്ടേയിരുന്നു. മാസാലൽ ഹർറു, ചൂടായിക്കൊണ്ടേയിരുന്നു, ഷദീദ ശക്തിയായിക്കൊണ്ടിരുന്നു. മാബരിഹൽ മരീലു, രോഗിയായിക്കൊണ്ടിരുന്നു, മുത്തല്ലിമിന് വേദനിച്ചു കൊണ്ടേയിരുന്നു. മൻഫക്കൽ ഖുലാത്തു, ഖാദിമാരായിക്കൊണ്ടേയിരുന്നു, ആദിലീന, നീതിമാന്മാരായിക്കൊണ്ടേയിരുന്നു. മാതാമ ഹുലുക്കുക്ക, നിൻ്റെ സ്വഭാവമായിക്കൊണ്ടിരുന്നു, കരീമൻ, മാന്യമായിക്കൊണ്ടിരുന്നു. അമൽ ഹുദിന് അമൽ എന്തുതന്നെയാണ്? അമൽ കാന തന്നെയാണ്. ഇതാണ് ഇസ്തിംറാറിൻ്റെ മാസാല, മാബരിയ, മമ്പക്ക, മാതാമ. ഇതാണ് ഇസ്തിംറാറിൻ്റെ ഫെയിലുകളെന്ന് പറഞ്ഞാൽ. ഇനി നമ്മൾ പഠിക്കുന്നത് എന്താണ് മഫ്ഊൽ മുത്ലഖ്. ഒരു ഫീലിൽ നിന്ന് തന്നെ മഫ്ഊൽ വരുന്നതിനാണ് എന്താ പറയുക, മഫ്ഊൽ മുത്ലഖ് പറഞ്ഞാൽ. ഉദാഹരണം, കളി കളിച്ചു, അടി അടിച്ചു, തീറ്റ തിന്നു, അങ്ങനെ പറയില്ല നമ്മൾ. അതാണ് ഇസ്മു മൻസൂബുൻ, നസ്ബിയ ഇസ്മാണ്. മഫ്ഊൽ തന്നെ നസ്ബാണല്ലോ, ഫത്ഹാണല്ലോ. മുവാഫിഖുൽ ഫീലി, ഫീലിനോട് യോജിക്കും. ഫീ ലഫ്ദിഹി, അതിൻ്റെ ലഫ്ദിൽ ഫീലിനെ പോലെ തന്നെ ഫായിലും ആക്കുക. ഉദാഹരണം, ലൈബ ഹസനുൻ, ഹസന് കളിച്ചു. ലൈബൻ, ഒരു കളി. അപ്പം ലൈബി തന്നെയാണ് അതിൻ്റെ മഫ്ഊൽ ഉണ്ടാക്കിയത്. ഇനി അടുത്തതാണ് മഫ്ഊലുൽ അജലി, കാരണത്തിൻ്റെ മഫ്ഊൽ. കാരണമാണ് ആ മഫ്ഊലിൽ വായിച്ചാൽ നമുക്ക് കിട്ടുക. ഇസ്മുൻ മൻസൂബുൻ, നസ്ബിയ ഇസ്മാണ്. യുബയ്യനു, അത് വ്യക്തമാക്കും. സബബ, കാരണം. അൽ ഫീലി, ഒരു പ്രവൃത്തിയുടെ കാരണം പറയണേ. സബബുൽ ഫീൽ പറയണം പിന്നെ മഫ്ഊലാണ് മഫ്ഊലുൽ അജ്ലി. വഇല്ലത ഹുസൂലി, അത് സംഭവിക്കാനുള്ള കാരണം. ഉദാഹരണം, ഖും, എണീറ്റ് കട. എന്തിന്, എന്ത് കാരണം? ഇഹ്തിറാമൻ, ബഹുമാനിക്കാൻ വേണ്ടി. ലി ഉസ്താദിക്ക്, അതിൻ്റെ ഉസ്താദിന്. അപ്പോൾ അവിടെ നമ്മൾ ഒരു കാരണമാണ് പറയുന്നത്. ഇനി ലർഫു സമാൻ. ലർഫു സമാൻ പറഞ്ഞാൽ ഇസ്മു മൻസൂബുൻ, നസ്ബി, ഇതൊരു ഇസ്മാണ്. ഇത് വായിച്ച അസ്സമനല്ലദി ഹസല ഫീൽ ഫീലു, ആ പ്രവൃത്തി ഏത് സമയത്താണ് ഉണ്ടായത് എന്ന് മനസ്സിലാവും. ഉദാഹരണം, അല്ലെങ്കിൽ കാലം മനസ്സിലാവും. ടൈം മനസ്സിലാകണ ഇസ്മു. ഉദാഹരണം, ഷഹറുൻ, ഒരു മാസം. അവിടെ ടൈം മനസ്സിലാകണ്ടല്ലോ. സ്വബാഹുൻ, രാവിലെ, ടൈം മനസ്സിലാവും. ലഹലത്തുൻ, കുറച്ച് നേരം. ഇതൊക്കെ എന്താണ്? ലർഫു സമാനാണ്, കാലത്തിൻ്റെ മേലറിയിക്കുന്ന ഇസ്മു. അപ്പോൾ ലർഫുൽ മക്കാൻ പറഞ്ഞാലോ, സ്ഥലത്തിൻ്റെ മേലറിയിക്കണ ഇസ്മിനാണ് എന്ത് പറയുക, ലർഫുൽ മക്കാൻ എന്ന് പറയാം. ഇസ്മു മൻസൂബുൻ, മൻസൂബായ ഇസ്മാണ്. യുബയ്യനുൽ മക്കാൻ, സ്ഥലത്തെക്കുറിച്ച് അറിയിക്കും. അല്ലത്തി അസ്വലാലിൽ ഫീലു. ഉദാഹരണം, അമാമ, മുന്നിൽ. ഖൗഫ, പിന്നിൽ. ഖൽഫ, പിന്നിൽ. ഫൗഖ, മുകളിൽ. ഖൽഫ, പിന്നിൽ. തഹ്ത, താഴെ. ഇതൊക്കെ നസ്ബിയ ഇസ്മാണ്. എപ്പോഴും ഇസ്മിന് നസ്ബായിരിക്കും. അമാമൂന്നൊന്നും പറയില്ല, അമാമ തന്നെ എപ്പോഴും പറയുള്ളൂ. ഖൽഫ തന്നെ പറയുള്ളൂ. ഇതെന്താണ്? ലർഫു സമാനാണ്, ലർഫുൽ മക്കാനാണ്.